PSC ടോക്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീണ്ടും LP-UP ഇൻ്റർവ്യൂവുമായി ചോദിക്കാൻ സാധ്യതയുള്ള ദേശീയ സംസ്ഥാന പാഠ്യപദ്ധതിയുടെ ചോദ്യങ്ങൾ, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ സംസ്ഥാന പാഠ്യപദ്ധതിയുടെ തുടക്കം മുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വസ്തുതകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയ വർഷങ്ങൾ ഏതെല്ലാമാണ്? 1975 ആദ്യമായി ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയത്. തുടർന്ന് 1985, 1985 ശേഷം 2000, 2005 എന്നീ വർഷങ്ങളിലാണ് ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. തുടർന്ന് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ആദ്യമായി തയ്യാറാക്കിയ വർഷം. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 ആദ്യമായി തയ്യാറാക്കിയിട്ടുള്ളത്. 2007 KCFിൻ്റെ അടിസ്ഥാന സമീപനങ്ങൾ ഏതെല്ലാമാണ്? ജ്ഞാനനിർമ്മിതിവാദവും വിമർശനാത്മക ബോധനശാസ്ത്രവും എന്നീ ആശയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള ഒന്നായിരുന്നു 2007 KCF. 2007 KCFിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ. ഇതെല്ലാം ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായി അടിസ്ഥാന സങ്കല്പങ്ങൾ എന്ന് ചോദിക്കണമെന്നില്ല, എങ്കിലും അതിലെ ആശയങ്ങൾ മിക്കവാറും ചോദിക്കാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ 2007 എന്നത് എന്തിനെയെല്ലാം അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കണം. 2007 KCFിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളായി പറയുന്നത് അറിയാൻ പഠിക്കുക, ചെയ്യാൻ പഠിക്കുക, സഹജീവനത്തിന് പഠിക്കുക, ആയിത്തീരാൻ പഠിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറയുന്നത്. അറിയാൻ, ചെയ്യാൻ, സഹജീവനത്തിന്, ആയിത്തീരാൻ പഠിക്കുക എന്നുള്ളത്. അറിയാൻ പഠിക്കുക, ലേണിംഗ് ടു നോ. ചെയ്യാൻ പഠിക്കുക, ലേണിംഗ് ടു ഡു. സഹജീവനത്തിന് പഠിക്കുക, ലേണിംഗ് ടു ലിവ് ടുഗെദർ. ആയിത്തീരാൻ പഠിക്കുക, ലേണിംഗ് ടു ബി. ഇതെല്ലാമാണ് 2007 KCFിൻ്റെ അടിസ്ഥാന ചതുർഭുജ സങ്കല്പങ്ങൾ. 2007 KCF ആരെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു? ഒരിക്കലും അധ്യാപകനെ കേന്ദ്രീകരിച്ചല്ല. 2007 KCF പഠിതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേന്ദ്രം എപ്പോഴും പഠിതാവ് അഥവാ വിദ്യാർത്ഥി ആയിരുന്നു. 2007 KCF ഏതുതരം ബൗദ്ധിക ചിന്തയ്ക്കാണ് പ്രാധാന്യം നൽകിയത്? നമുക്കറിയാം, ബഹുമുഖ ബുദ്ധിക്ക്. 2007 KCF ബഹുമുഖ ബുദ്ധിക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 2007 KCF ഏതുതരം പഠന രീതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അഥവാ പ്രാമുഖ്യം നൽകുന്നത്? സഹകരണാത്മകവും സഹവർത്തിത്വപരവും. നമുക്കറിയാം, സഹകരണാത്മകം എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത്വപരം കൊളാബറേറ്റീവ് ലേണിംഗ്. ഈ 2 ലേണിംഗ് രീതികൾക്കാണ് 2007 KCF പഠന രീതികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 2007 KCF പ്രകാരം അധ്യാപകൻ എങ്ങനെയാണ് മാറണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്? ക്ലാസ് മുറികളിലെ ഏകാധിപതികൾ അഥവാ അറിവ് നിക്ഷേപിക്കുന്ന വ്യക്തി എന്നതിൽ നിന്നും ഒരു അധ്യാപകൻ എപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു സ്കഫോൾഡർ, ഒരു കൈത്താങ്ങ് നൽകുന്നവൻ എന്ന നിലയിലേക്ക് മാറണം എന്നാണ് 2007 KCF പ്രകാരം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിമർശനാത്മക ബോധനശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ പെഡഗോജിക്ക് 2007 KCFിൽ വളരെയധികം പ്രാധാന്യം പറയുന്നുണ്ട്. അതിനാൽ വിമർശനാത്മക ബോധനശാസ്ത്രം അഥവാ ക്രിട്ടിക്കൽ പെഡഗോജി എന്നാൽ എന്താണ്? മുതിർന്നവർ പകർന്നു നൽകുന്ന അറിവുകൾ അതേപടി സ്വീകരിക്കുന്ന വ്യക്തികളല്ല കുട്ടികൾ, മറിച്ച് അവർ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും വിമർശനാത്മകമായി നോക്കിക്കാണുന്നവരാണ്. പ്രശ്നങ്ങളെ സാമൂഹ്യമായും ദാർശനികവുമായി നോക്കിക്കാണുവാനും വിമർശനാത്മകമായി സമീപിക്കാനും ഉതകുന്ന രീതിയിലാണ് കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് ക്രിട്ടിക്കൽ പെഡഗോജിയിലൂടെ പറയുന്നു. കുട്ടികളെ ഇങ്ങനെ മാറ്റിയെടുക്കണം. വെറുതെ പാഠങ്ങൾ പഠിപ്പിക്കുക എന്നതിലുപരി കുട്ടികൾക്ക് നൽകുന്ന അറിവിൽ നിന്നും
ചിന്തിക്കാനും അതിനനുസരിച്ച് സാഹചര്യങ്ങൾ, ആശയങ്ങളും വരുമ്പോൾ അവർക്ക് വിമർശനാത്മകമായിട്ട് അവയെ നോക്കിക്കാണുവാനുള്ള കഴിവ് ലഭിക്കുക എന്നുള്ളതാണ് പഠനത്തിലൂടെ കുട്ടി നേടേണ്ടത് എന്നിതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ തനിച്ചുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഈ 2007 വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ 2007 മുതൽ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകുന്നത് സംഘപ്രവർത്തനങ്ങൾക്കാണ്. സംഘപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് പിന്നീട് മുന്നോട്ട് വന്നിട്ടുള്ളത്. 2007 ഏത് ബോധന രീതിയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നും ചോദിക്കാവുന്ന ഒന്നാണ്. വിമർശനാത്മക ബോധനശാസ്ത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്രിട്ടിക്കൽ പെഡഗോജി. അതുപോലെ തന്നെ പ്രശ്നാധിഷ്ഠിത പഠന രീതിയുടെ പ്രയോഗതലത്തിൽ എത്തിക്കുക. അതായത് ക്രിട്ടിക്കൽ പെഡഗോജിക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് 2007 KCF മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്നാണ് KCF 2013. അതാണ് ഏറ്റവും പുതിയത്. അതുകൊണ്ട് തന്നെ 2007 പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യത്തെ എന്ന നിലയിൽ 2007 പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിൽ 2013 അതിനുശേഷമുള്ള 2007 എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒന്നാണ് 2013 വന്നത്. അതിൽ ഏതെല്ലാം പാഠഭാഗങ്ങളാണ് കൂടുതലായി ഉൾപ്പെടുത്താനായി ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് കലാകായിക വിദ്യാഭ്യാസം, ലൈംഗിക വിദ്യാഭ്യാസം, ദുരന്ത നിവാരണം, റോഡ് സുരക്ഷ, പ്രകൃതി സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, നിയമ അവബോധം. ഇതെല്ലാമാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ 2007 KCF പ്രകാരം വന്ന പാഠപുസ്തകങ്ങളിൽ കുറവായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തണമെന്ന് 2013 KCF പറയുന്നുണ്ട്. എന്നാൽ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2013 KCF നമ്മളെങ്ങനെ പ്രകടനം നടത്തും എന്നതോടൊപ്പം തന്നെ എഴുത്തിനും വായനയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് 2013 മുന്നോട്ട് വച്ചത്. കാരണം 2007 എഴുത്തിനും വായനയ്ക്കും പ്രാധാന്യം നൽകുന്നതിനേക്കാൾ കൂടുതൽ ആശയം എങ്ങനെ കുട്ടികൾ പ്രകടിപ്പിക്കുന്നു എന്നതിനായിരുന്നു പ്രാധാന്യം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ആശയപ്രകടനത്തോടൊപ്പം തന്നെ എഴുത്തിനും വായനയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭാഷാ സമീപനമാണ് 2013 KCF കാണുന്നത്. അതുപോലെ തന്നെ KCF 2013 അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നും പറയുന്നുണ്ട്. അധ്യാപകൻ എപ്പോഴും ഒരു മാതൃകയും വിവിധ ബോധന രൂപങ്ങളെ ഉപയോഗിക്കാൻ അറിയാവുന്ന കഴിവുള്ള വ്യക്തിയും അതുപോലെ തന്നെ എല്ലാവരോടും സഹകരിക്കാനും കുട്ടികളോടും ഉള്ള ഒരു പ്രത്യേക സഹകരണ മനോഭാവവും ഒപ്പം പഠിതാവ് കൂടിയായിരിക്കണം അധ്യാപകൻ. ഒരു അധ്യാപകനായി എന്നതുകൊണ്ട് പഠനം നിർത്തുന്ന ഒരു വ്യക്തിയായി മാറരുത്. പുതിയ പുതിയ നേട്ടങ്ങൾക്കും പുതിയ പുതിയ വളർച്ചയ്ക്കുമായി അധ്യാപകൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് 2013 KCF പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 2000 ശേഷം കേരള വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ബോധന സമീപനം, അതിലൊരു പ്രത്യേക മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതെന്താണ് ആ മാറ്റം എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യവഹാരവാദ സമീപനത്തിൽ നിന്നും തീർച്ചയായും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു വരിക എന്നൊരു രീതിയായിരുന്നു മുൻപുണ്ടായിരുന്നത്. ടീച്ചർ ഒരു ഏകാധിപതിയും കുട്ടികൾ അത് കേട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാധിഷ്ഠിതമായ ഒരു ക്ലാസ് അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശിശു കേന്ദ്രീകൃതം, കുട്ടികൾക്ക് പ്രാധാന്യം, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്ററും കുട്ടികൾ ആ ക്ലാസ്സിൻ്റെ കേന്ദ്ര കഥാപാത്രവുമായി മാറുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രക്രിയാധിഷ്ഠിതവുമാണ്. അതായത് കുട്ടികൾ വായിച്ച് വളരുക എന്നതിലൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ടുള്ള പഠനം നടത്തുക എന്നും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ജ്ഞാനനിർമ്മിതിവാദത്തിലേക്ക് പഠനരീതി മാറി എന്നുള്ളതും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന 2013 KCF ആ ഒരു സ്കൂൾ
കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് അത് തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതും ആസ് എ ടീച്ചർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അലിഗഡ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ പി.കെ. അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2013 തയ്യാറാക്കിയിട്ടുള്ളത്. 2013 കേരള സ്കൂൾ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നത് ഔട്ട്കം ബേസ്ഡ് ലേണിങ്ങിനെയാണ്. ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പ്രമേയാധിഷ്ഠിതമായ നേട്ടവും ഉദ്ഗ്രഥനവും എന്നാണ് മലയാളം അർത്ഥം വരുന്നത്. അതായത് ഏതെങ്കിലും ദർശനത്തിന് ഊന്നൽ നൽകാതെ എല്ലാ ഐഡിയകളും എല്ലാ ദർശനങ്ങളും ഇടകലർന്നു വന്നുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു അവസരം നൽകുക, അതിനെയാണ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ദർശനത്തിന് ഏതെങ്കിലും ഒരു ഐഡിയയ്ക്ക് ഊന്നൽ നൽകാതെ എല്ലാ ദർശനങ്ങൾക്കും ഇടകലർന്നു വരാനുള്ള ഒരു അവസരം നൽകുക, അങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതിയാണ് 2013 വിഭാവനം ചെയ്യുന്നത്. ഈ ചോദ്യത്തിൽ കുറച്ച് അക്ഷര പിശകുണ്ട്, അതാണ് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് 2013 കേരള പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന ഐഡിയയാണ് എന്നാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവസാനമായി KCF 2013 ഭാഷാ അധ്യയന സമീപനം എന്താണ്? മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുക എന്ന് തന്നെയാണ് 2013 KCFൽ പറയുന്നത്. മാതൃഭാഷയ്ക്കൊപ്പം തന്നെ പ്രീ പ്രൈമറി തലം മുതൽ തന്നെ സമാന്തരമായി ഇംഗ്ലീഷ് ബാച്ചുകളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയോടുള്ള ഈ 2013 KCFൻ്റെ സമീപനം എന്താണ്? വിവര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പഠിപ്പിക്കൽ അല്ല, അതായത് IT ക്ലാസ് പ്രത്യേകം എടുത്തു നൽകലല്ല. വിഷയങ്ങളിലൂടെ തന്നെ നമ്മൾ IT-യും പഠിക്കുക. ഓരോ വിഷയവും IT-യുമായി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളൊരു പഠനമാണ് 2013 KCFലൂടെ പറയുന്നത്. ഒരിക്കലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു പഠനമല്ല. പണ്ട് പഠിച്ചിരുന്നപ്പോൾ ഒരു വിഷയം കമ്പ്യൂട്ടർ ആസ് എ സബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ പോലും ഓരോ സബ്ജക്റ്റിനും മാത്സിനായാലും സോഷ്യലായാലും സയൻസിനായാലും IT ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പഠനമായിരിക്കണം നടക്കേണ്ടതെന്ന് 2013 KCF പറയുന്നുണ്ട്. ഇതെല്ലാമാണ് 2013, 2017 അതുപോലെ തന്നെ ദേശീയ പാഠ്യപദ്ധതിയുടെ തുടക്കം, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. വളരെ ചെറിയ കുറച്ച് അക്ഷരത്തെറ്റുകളുണ്ട്, ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസ് കാണുക. ആവശ്യമുള്ള നോട്ടുകൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ തയ്യാറാക്കുക. കൂടുതൽ വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.